ഈന്തപ്പഴം അച്ചാറിടുന്നതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. പഴുത്തതല്ല, നല്ല മൂപ്പെത്തിയിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു ഇച്ചിരി മധുരത്തോടും കൂടിയിട്ടുള്ള ഒരു ഈന്തപ്പഴമാണ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം, ഒട്ടും വെള്ളം പാടില്ല. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് അലുത്തങ്ങ് പോവും. അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. രണ്ട് സൈഡും ഓരോ വരട്ട് കൊടുത്തിട്ട് പൊളിച്ചെടുത്താൽ മതി. എന്നിട്ട് കുരു കളയുക. എന്നിട്ട് ഇതേപോലെ അങ്ങനെ മുറിച്ചെടുക്കുക ചെയ്തിട്ടുള്ള. കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എണ്ണയിലാണ് ഇവിടെ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 കപ്പ് ഇഞ്ചി, 1/4 കപ്പ് വെളുത്തുള്ളി, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അച്ചാർ എത്രത്തോണ്ട് കൂടണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ അളവ് കൂട്ടി കൊടുക്കണം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മറ്റുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളകിൻ്റെ കുരു, ഉണക്കമുളകിൻ്റെ കുരു ക്രഷ് ചെയ്തതും 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കരുത്. ഈ അച്ചാറിന് ഒരു ചെറിയ മധുരത്തോട് കൂടിയിട്ടുള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ മുളക് പൊടി എരിവ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അതേപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പോലും ഇല്ല, കുറച്ച് വിനാഗിരി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അച്ചാറിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ഇതേപോലെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രേവി പരുവത്തിനാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴം ഒത്തിരി നൈസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കിടന്നിട്ട് തന്നെ അത് വെന്തിട്ട് അലുത്ത് പോവും. അപ്പോൾ കഷ്ണങ്ങളായിട്ട് തന്നെ അച്ചാറിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കരുത്. അതേപോലെ വിനാഗിരിയും വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മധുരമാണ് ഈ അച്ചാറിന് വേണ്ടത്. അതേപോലെ തന്നെ എരിവും കൂടുതൽ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുളകൊക്കെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ എരിവിനായിട്ട്. ഒത്തിരി എരിവ് പാടില്ല ഈ അച്ചാറിന്. പിന്നെ അതേപോലെ തന്നെ വെള്ളം ആദ്യം തന്നെ ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്. ഒത്തിരി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി പോലെ ആവും. പിന്നെ അതിൻ്റെ ഗ്രേവിക്ക് വലിയ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരില്ല. കാരണം ഈ ഈന്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്കുള്ളത് അങ്ങനെ വെന്തലുത്ത് പോവാതെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഗ്രേവിയിലോട്ട് അധികം മധുരം വരുന്നില്ല. ഇതിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഒരു ചെറിയ മധുരം വരുന്നത്. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു പരുവത്തിന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളയ്ക്കാനായിട്ട് വെക്കണം. അപ്പോൾ ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇടയ്ക്കെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെക്കുക. ഒത്തിരി നേരം ഇട്ടിട്ട് ഇതിനിട്ടിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വെന്തങ്ങ് പോവും. വെന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബോട്ടിലൊക്കെ ആക്കി വെച്ച് സെറ്റായി വരുമ്പോഴത്തേന് ഒത്തിരി അങ്ങോട്ട് അലുത്തങ്ങ് പോവും. ഇതേപോലെ കഷ്ണമായിട്ട് കിടക്കില്ല. അപ്പോൾ ആദ്യം ഒരു പകുതി വേവ് പോലും ആവരുത്. എന്നിട്ടൊരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം സ്റ്റവ് കൊണ്ട് ഓഫ് ചെയ്തിട്ട് പിന്നെ തണുത്തതിന് ശേഷം ബോട്ടിലാക്കി വെക്കുക. ബോട്ടിലാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അങ്ങനെ ഒരു 4-5 ദിവസം വെക്കാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് സെറ്റായിട്ട് വരും. എന്നിട്ട് പിന്നീട് നിങ്ങളത് എടുത്തിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇളക്കിയെടുത്താൽ മതി. അതാണ് നല്ലത്. ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.